അപ്പോൾ എവിടെ പോകുന്നതെന്ന്? ബാപ്പനെ കൂട്ടാൻ എയർപോർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ അപ്പു പറഞ്ഞതുപോലെ ഇന്ന് അവളുടെ ബാപ്പ വരുന്ന ദിവസമാണ്. കണ്ണൂരിലുള്ള എയർപോർട്ടിലേക്കാണ് വരുന്നത്. അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും പെരുന്നാൾ ദിന വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതാണ് കേട്ടോ ഇത്തവണത്തെ വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഹസ്ബൻഡ് വന്നത്. അന്ന് കാലത്ത് ഞാനും മറുവാനും ചേർന്ന് ബീഫ് മേടിക്കാൻ പോയി. നല്ല മഴയായതിനാൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് പോയത് കേട്ടോ. പെട്ടെന്ന് തന്നെ ബീഫൊക്കെ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം തന്നെ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇന്ന് വേഗം ജോലികളൊക്കെ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായപ്പോൾ മറുവാൻ വന്നിട്ട് എനിക്ക് സവാളയൊക്കെ അരിഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് ബാപ്പ വരുന്ന വെച്ചാൽ ഉമ്മ പണിയെടുപ്പിക്കുന്നതായിട്ടല്ലേ. എന്ത് കഷ്ടമാണല്ലേ. ഇന്നത്തെ പ്രാതല് പുട്ടും കടലക്കറിയായിരുന്നു. വെള്ളക്കടലയാണ്. അല്പം എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്താണ് കേട്ടോ കറി കാച്ചിയെടുക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫങ്ഷനോ വല്ല പരിപാടികളോ മറ്റും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കോർപിയോയുടെ ടയർ കൃത്യമായിട്ട് പഞ്ചറാകാറുണ്ട്. ഈയിടെയായിട്ട് ഇങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ ഈ വണ്ടിക്ക്. അപ്പോൾ കാലത്ത് ഞങ്ങൾ ഇറച്ചി വാങ്ങി വന്നപ്പോൾ ടയർ പഞ്ചറായി കിടക്കുന്നത് കണ്ട് മാസി വന്ന് ടയറൊക്കെ അഴിച്ച് സ്റ്റെപ്പിന് ഇടുന്നുണ്ട്. പക്ഷേ സ്റ്റെപ്പിനിക്കും എയർ കുറവായത് കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പഴയങ്ങാടി വരെ ചെന്നതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ എയറൊക്കെ അടിക്കുന്ന സ്ഥലമൊക്കെ ലീവാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഡേ ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സെൽഫായിട്ട് എയർ അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ പെട്രോളും നിറച്ചു, എയറൊക്കെ അടിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ഹസ്ബൻഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് തിരിച്ചത്. അപ്പോൾ മക്കളെയൊക്കെ റെഡിയാക്കിയിട്ട് പോകുന്നുണ്ട്. ഹസ്ബൻഡ് എത്തുന്നത് 8 മണിക്കാണ്. എയർപോർട്ടിലെത്തുമ്പോൾ 7 മണിയായിട്ടുണ്ട്. അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. ഇറങ്ങിയിട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ബാപ്പയും കാത്തിട്ട് അവിടെ നിൽപ്പാണ്. അപ്പോൾ മറുവാനൊരു കോഫി കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നേരമാണെങ്കിലും അവൾക്ക് തീരെ ക്ഷമയില്ല. അങ്ങനെ ഹസ്ബൻഡ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മക്കളൊക്കെ പോയിട്ട് സ്വീകരിച്ചു. മുമ്പത്തെ അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക്
ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെ റിസീവ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ അവർ പുറത്തിറങ്ങുന്നതിൻ്റെ ചുറ്റുപാടൊന്നും നിൽക്കാണ്ട് ദൂരെ നിന്നിട്ട് നമുക്ക് അവരെ റിസീവ് ചെയ്തിട്ട് പോകാം. മാസിനെ കണ്ടിട്ടില്ല, പോ വേഗം. ഏയ് അപ്പു, മർവാൻ, കവിയ. അപ്പുവിന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോണൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആദ്യം തന്നെ അവളുടെ കൈ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പു. ഇത്ര സന്തോഷം ഒന്നല്ല, എന്താ കയ്യില് ഏത് ഫോണ്? അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിക്കുന്ന വഴി കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ക്ലബ് സാൻഡ്വിച്ചും ചിക്കൻ പോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്ക് പോപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയ ഉടനെ തന്നെ പാപ്പ കുട്ടികൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതും അതിൻ്റെതായ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരാളൊരു ഹാർട്ടിന്റെ പീസ് എടുക്കും, മറ്റേ ഹാർട്ടിന്റെ പീസ് എടുക്കും. ഞാൻ ചാച്ചാരിക്ക് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വാച്ചാരാന്നെനിക്ക് എല്ലാ ഇതും വർക്ക് ചെയ്യുന്നുണ്ട്, വെറുതെ തമാശക്കൊന്നല്ല. ഞാൻ ഹസ്ബൻഡിന് കൊടുക്കേണ്ട ഫുഡൊക്കെ റെഡിയാക്കി ആയിരുന്നു പോയത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ബീഫ് കറിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കലാണ്. അപ്പോൾ ഞാൻ അതാണ് റെഡിയാക്കി വെച്ചത്. കൂടെ പയറുപ്പേരിയും ഉണ്ടായിരുന്നു. നല്ല ക്ഷീണത്തിലായിരുന്നു എല്ലാവരും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങാൻ കിടന്നു.
ഹസ്ബൻഡ് വന്നതിൻ്റെ പിറ്റേത്തെ ദിവസമായിരുന്നു പെരുന്നാൾ. അപ്പോൾ പെരുന്നാളിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. പെരുന്നാളിന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ് ജാസ്മിനും മാസിയും റെഡിയായിട്ട് വന്നത്. അപ്പോൾ അവർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെന്താ, പെരുന്നാളിന് ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു കഴിച്ചു കൂട്ടിയത്. പെരുന്നാൾ ദിവസം എല്ലാവരും പാട്ടൊക്കെ പാടി, പിന്നെ പുറത്തുനിന്ന് കുറേ ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. അപ്പൂക്ക് വാശിക്കാക്കരോക പെരുന്നാ പൈസ. സന്തോഷായ ചാച്ചി? വാശിക്കാക്കരോക പെരുന്നാ പൈസ. സന്തോഷായ? വാശിക്കാ കൊടുത്ത